ലണ്ടനിലെ ന്യൂഹാം സ്വദേശിനിയായ മേരി ആൻ ബീവൻ ജനിച്ചത് 1878-ലാണ്. തോമസ് ബീവൻ എന്ന പുരുഷനെ വിവാഹം ചെയ്തു. അവർക്ക് 4 മക്കളും ഉണ്ടായി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് ഉണ്ടായ ശാരീരിക മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ചത്. ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇവർക്ക് അക്രോമെഗാലി എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു. അവരുടെ വിവാഹത്തിന്റെ 11ാം വർഷം ഭർത്താവ് മരിച്ചപ്പോൾ 4 കുഞ്ഞുങ്ങളെ അടങ്ങുന്ന കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുത്തു. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ അവർ തന്റെ വിരൂപമായ ശരീരത്തെ ജീവിത ചെലവിനുള്ള വക കണ്ടെത്താൻ ഉപയോഗിക്കാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ അവർ വേൾഡ് അഗ്ലിയസ്റ്റ് വുമൺ മത്സരത്തിൽ പങ്കെടുത്തു. വിജയിച്ച് പൈസ ഉണ്ടാക്കി. അതിൽ നിന്നും അവർക്ക് ജോലി കിട്ടി. ഒരു സർക്കസ് കമ്പനിയിലെ സൈഡ് ഷോകളിൽ പങ്കെടുക്കാനായിരുന്നു അവരുടെ ജോലി. കാണികൾ അവളുടെ വൈരൂപ്യത്തെ പരിഹസിച്ചും വിമർശിച്ചും ആനന്ദം കണ്ടെത്തി. കാണികൾ പണം വാരിയെറിഞ്ഞു. തന്റെ മരണം വരെ മേരി ആൻ ചെയ്തത് ആ ജോലിയായിരുന്നു. പരിഹാസവും അപമാനവും സഹിച്ചുകൊണ്ട് തന്റെ 4 മക്കൾക്ക് നന്നായി ജീവിക്കാനുള്ള വക ആ അമ്മ കണ്ടെത്തി. ഒടുവിൽ 1933 ഡിസംബർ 26-ന് തന്റെ 53ാമത്തെ വയസ്സിൽ മേരി ആൻ മരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവർ ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന് വിശേഷണത്തോടെയല്ല അറിയപ്പെടേണ്ടത്, അല്ലേ? മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത ഒരു അത്ഭുതകരമായ അമ്മയായി വേണം ബെവനെ ഓർക്കാൻ. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അവർ അങ്ങനെ ഓർമ്മിക്കപ്പെടട്ടെ.